ഹേ ഗായ്സ്, അപ്പോൾ കുറേ കാലമായി നമ്മൾ നോട്ട് ജി ടി വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഈ സാധനം വരാത്തതുകൊണ്ട് നമ്മളെ പി സി സെറ്റപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഇത്രയും കാലം ഇടാത്ത. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ കോസ്മിക് ബൈറ്റിൻ്റെ വയർലെസ് കൺട്രോളറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് തുറക്കാം. ഞാൻ വന്നപ്പോഴേ കുറച്ചൊക്കെ മാന്തി നോക്കിയായിരുന്നു. ഞാൻ തുറന്ന് നോക്കണം, കാരണം എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ ജെന്റിലി റിമൂവിങ് ദ ടേപ്പ്. ഓക്കെ, ഒന്നോ മുന്നോ വിഷയം ഗൈസ്. അപ്പോൾ നമ്മളത് എടുക്കുകയാണ്. ഫസ്റ്റ് ലുക്കാണ് ഗൈസിൻ്റെ അമ്മേ. അയ്യോ ഗൈസ്, എന്തോ ആപ്ലിക്കേഷൻസ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ കണക്ടർ. എന്ന് വെച്ചാൽ ഇത് വയർലെസ് ആണ് ഗൈസ്. ഞാൻ അതിന് പറഞ്ഞാൽ ഇത് വയർലെസ് ആണ്. എൻ്റെ അമ്മ ഇത് ഭയങ്കര വെയിറ്റില്ലാത്ത സംഭവമാണ് ഗൈസ്. നിങ്ങൾ ലുക്ക് കണ്ട ഇത് ഓരോരോ ബട്ടനാണ് ഗൈസ്. ഇത് ഈ ബട്ടൻ്റെ ഈ എന്ന് എഴുതിക്കണം. ഇത് കണക്ട് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ലൈറ്റ് എത്തുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഗൈസ്. ആണ് ഇതിൻ്റെ ഒരു സംഭവം. ഇത് ഫ്രണ്ട് ബാക്ക് സൈഡ്. പിന്നെ എപ്പോഴും നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ യൂസർ മാനുവൽ എന്ന് പറയുന്ന സംഭവമുണ്ട് ഗൈസ്. നമ്മളത് കളയില്ല, നമ്മളത് വായിക്കില്ല. പക്ഷേ ഇത് വായിക്കുന്നതിനൊക്കെ നിങ്ങളൊരു കീബോർഡിലൊക്കെയാണ് ഗെയിം കളിക്കണമെങ്കിൽ ഇത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ കളിക്കണം. വായിച്ചിട്ട് വേണം നിങ്ങൾ കളിക്കാനുള്ള. അല്ലാതെ ചുമ്മാ നിങ്ങൾ കളിക്കരുത്. എനിക്കിത് കുഞ്ഞാ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് യൂട്യൂബിൽ നോക്കാം. ഇത് ചാർജറാണ് ഗൈസ്. ഇത് ചാർജറാണ്. ഇത് നോർമൽ ചാർജ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു ചാർജ് ചെയ്യണം. പിന്നെ ഇത് വയർഡായിട്ട് കളിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുള്ളത് ഗൈസ്. ഇപ്പോഴത്തെ സാധനങ്ങൾ ആദ്യമായിട്ടാണ് പറയുന്നത്. അൺബോക്സിങ്ങും ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മുമ്പോ ഇന്ത്യ ഗൈസ് ഏതാ ഷോയൊക്കെ കാണിക്കാൻ പറ്റിയ സാധനം ഗൈസ്. ഇത് ഫ്രണ്ട് ബാക്ക്. ഇത് ഓട്ടോ തോന്നുന്നു. ബാക്ക് ഇതിവിടെ രണ്ട് സ്വിച്ചൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ലൈറ്റൊക്കെ കത്തിക്കാൻ പറ്റും ഗൈസ്. ഓണായി. എൻ്റെ പൊന്നോ, എനിക്ക് ഈ സെറ്റ് പറയൂടെ കേട്ടോ ഗൈസ്. ഇത് കൊള്ളാം. ഇത് ഭയങ്കര തൊടുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് പോകണം. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാം. ഓഫ് ചെയ്യണം. XYBA. പിന്നെ ഇത് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ പോകണ ബട്ടണായിരിക്കും. ഇത് ഫ്രണ്ട് ബാക്ക്. അപ്പോൾ ഇത് എന്തോന്നോ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അതിന് നല്ലൊരു ഇൻഹാൻഡ് ഫീലുണ്ട്. നമ്മൾ ഈ PS5 കൺട്രോളൊക്കെ തൊടുമ്പോഴത്തെ ഒരു ഇതാണ് ഈ സാധനത്തിന്. ഇത് സൂക്ഷിച്ചൊക്കെ ചെറുതായിട്ട് ആ ബട്ടൺസിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കൊടുക്കണോ സാധനം കേട്ടോ. ഞാൻ ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ പറ്റി ഇതിനൊരു ചെറിയൊരു മിനി ഗെയിം. ഇത് അതിനെ നോക്കാം. എനിക്ക് ബുക്കും അതൊക്കെ നോക്കിയാലേ എനിക്ക് അറിയാവൂ. എന്തായാലും ഈ സംഭവം നമ്മളോട് പരീക്ഷിച്ചിരിക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 700 mAh ബാറ്ററിയാണ് ഇതിന് സപ്പോർട്ട് ചെയ്യണം. അപ്പം എനിക്കൊന്ന് ഇത് ഒരു 3 ദിവസമൊക്കെ ചാർജ് ഇല്ലാതൊക്കെ കളിക്കാനുള്ള ഇതുണ്ട്. പക്ഷേ ഒരു ദിവസം 3 മണിക്കൂറൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ പറ്റുമായിരിക്കും. എനിക്ക് കറക്റ്റ് അറിഞ്ഞു ഗൈസ്. പിന്നെ എനിക്ക് ഈ അങ്ങോട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒന്നും അറിയില്ല. പിന്നെ വൈബ്രേഷൻ എഫക്റ്റ് നമ്മൾ PS5 കൺട്രോളറിലുള്ള പോലെ ഈ വെടി ഉണ്ട. നമ്മളിപ്പോൾ ഫൈറ്റിംഗ് ഗെയിംസൊക്കെയാണ് കളിക്കണമെങ്കിൽ വെടി ഉണ്ട ഈ സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഈ സൈഡ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ റൈറ്റ് സൈഡ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. അത് ആ ഒരു സംഭവമാണ് കഴിച്ചത്. വൈബ്രേഷൻ എഫക്റ്റ് ടർബോ ഫങ്ഷൻ എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇതൊക്കെയാണ് ഗൈസിൻ്റെ ഇത്. ഇപ്പോൾ ഇനി ഉണ്ട് ഗൈസ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ കൂടെ ഈ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ കണ്ട പിന്നെ പല സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. USB C4. ഗൈസ്, ഇത് വയർഡായിട്ട് കളിക്കാൻ പറ്റും. കൊള്ളാം. വയർഡായിട്ട് കളിക്കാൻ പറ്റും. ഇത് സ്റ്റാർട്ട് ബട്ടൺ, ഇത് ബാക്ക് ബട്ടൺ. എന്ന് വെച്ചാൽ ഗെയിമൊക്കെ നമുക്ക് ഇത് സ്ക്രോൾ മറ്റേ മിനിമൈസ് അതൊക്കെ എൻ്റെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഓട്ടോ ഫങ്ഷൻ, ടർബോ ഫങ്ഷൻ, ഇതൊന്നും എന്തോ ഫങ്ഷൻ ഒന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഈ ബട്ടൺ അതൊക്കെ ഇതാണ്. പിന്നെ ഡയറക്ഷൻ ബട്ടൺ. ഇത് നമുക്ക് ഓരോ ഡയറക്ഷൻ മറ്റേ ഇതൊന്ന് ക്യാമ മാറ്റാനുള്ളതായിരിക്കും. ഓരോ ഗെയിം കളിക്കുമ്പോൾ സൈഡ് ക്യാം, ഫ്രണ്ട് ക്യാം അങ്ങനെയൊക്കെ പറയില്ല. ആ ഒരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് കോസ്മിക് ബൈറ്റിൻ്റെ നല്ലൊരു കൺട്രോളറാണ് ഗൈസ്. ഞാനിത് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നമുക്ക്
WWE എടുക്കണം. WWE ഈ കളിച്ച് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ ഇനി ഇതിലാണോ ഇന്ന് മറ്റേതിലാണോ ഇന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്വിച്ചുണ്ടോ? പിന്നെ ഇവിടെ ഈ സ്വിച്ച് ഉണ്ട് ഗൈസ്. ഇവിടെ RTനും ഇവിടെ ലെഫ്റ്റ് ടീനും പിന്നെ ഇവിടെ LBനും RBനും ഉണ്ട്. ഇത് വെച്ച് നമ്മളെ ഫിഫയൊക്കെ കളിക്കാൻ ഭയങ്കര ഒരു ഇതാണ് ഗൈസ്. എന്ന് വെച്ചാൽ നല്ല എളുപ്പത്തിൽ ഇത് വെച്ച് കളിക്കാൻ. ഞാൻ വിചാരിച്ച അപ്പത്തെ സ്മൂത്ത്നെസ് ഇത് പിടിക്കാൻ. പിന്നെ എനിക്കൊന്നത് വയേർഡായിട്ട് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞില്ല. നല്ല സത്യം പറയാ അധികം വെയിറ്റുമില്ല. ഇതൊക്കെ തലമണ്ടയായിരുന്നു ഇതായിരുന്നു. നോക്കാം കൺട്രോൾസ് ഓക്കെ ആണ്. കളി തുടങ്ങി കളി തുടങ്ങി എന്നെ ഓട്ടെ ചുമ്മാ വെച്ചാൽ മതി. ഞാൻ വലിയ സെറ്റിങ്സും മറ്റേ പരിപാടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇത് അങ്ങനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. അപ്പം നിങ്ങളൊക്കെ ഞാൻ കളിക്കുന്ന സ്കിൽസൊക്കെ കണ്ടോ? പക്ഷേ കളിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്താ അത് നമ്മളിപ്പോൾ അടിച്ച് ചമ്മന്തി ചെയ്യാറുണ്ട്. ഫാസ്റ്റിലുണ്ട് ഗൈസ്. വൈബ്രേഷൻസ് ഒക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കണമെന്നുള്ള എൻ്റെ വിശ്വാസം. നല്ലോണം വൈബ്രേഷൻസ് അടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ കൈയൊക്കെ കിടന്ന് ഇവിടെ വിറക്കായിരുന്നു. ഓ ഗൈസ് നല്ല വൈബ്രേഷൻ കേട്ടോ. എൻ്റെ മോനെ അവൻ്റെ കളിയാണ് ഇത്. ഇതിലെ കൺട്രോൾസ് ഞാൻ മുമ്പ് നോക്കട്ടെ ഗൈസ്. ഇത് ബാക്ക് ഹോൺ ഇങ്ങനെയല്ലേ? ഓക്കെ ഗൈസ്. ഇത് ബാക്ക് ഹോൺ ആദ്യം എനിക്ക് എങ്ങനെ അറിഞ്ഞൂടാ. കീബോർഡിലല്ല ഗൈസ് ഇതിന്റെ കണക്ഷൻ. ഗൈസ് ഇത് വൈബ്രേഷൻസ് ഒക്കെ അടിക്കുന്നുണ്ട് ഗൈസ്. ഓരോ സൈഡിൽ പോകുമ്പോഴേ എനിക്ക് ഇപ്പോഴും വൈബ്രേഷൻസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലവണ്ണം എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കിത് കളിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. അതിന് 5-6 ദിവസം കളിക്കുമ്പോഴത്തേക്ക് സെറ്റാകും. 5-6 ദിവസം മതി. ഇപ്പം തന്നെ എനിക്ക് സെറ്റാക്കി ആക്കാം ഗൈസ്. അതെങ്കിൽ എനിക്ക് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിഞ്ഞുണ്ട് ഗൈസ്. അതാണ് ആദ്യത്തെ കാര്യം. വൈബ്രേഷൻസ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ് ഗൈസ്. ഇത് പക്കാ സാധനമാണ്. ഈ എന്താ പറയുക, ഇതൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ലൊരു കൺട്രോളറാണ്. ഞാൻ നല്ലൊരു കൺട്രോളർ PC നോക്കണമെങ്കിൽ ബൈ ദിസ്. അത്യാവശ്യം വിലയും കുറവാണ്, കാര്യങ്ങളും സെറ്റുമാണ്. റെഡ് ഗിയറിൻ്റെ നല്ല ഇതുണ്ട്. പക്ഷെ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത്. ഞാൻ അത് വാങ്ങിക്കാനാണ് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഇരുന്നത്. പിന്നെ നമ്മൾ മെയിൻ സൈഡ് GTA വേണ്ടി ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണണേ. അപ്പം നമുക്ക് നമ്മളെ ഫിഫയുടെ ഒരു ഗെയിം പ്ലേ അതുകൂടി ഇതാണ് എൻ്റെ ഇൻഹാൻഡ് ഫെയിൽ. എനിക്ക് ഇത് കണ്ണടച്ചിട്ട് പിടിക്കുമ്പോൾ ആ PS5 കൺട്രോളിൽ പിടിച്ച ഒരു ഇതാണ് ശരി. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ ഫിഫ ഗെയിം പ്ലേയുടെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. നമ്മളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തായിരിക്കും കേട്ടോ. പറ എന്തായാലും കണ്ട ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കമൻറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് നല്ലൊരു ഗെയിമിങ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 1700 നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.